എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അതിന്റെ അർത്ഥം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷെറീന. ഞാൻ നിഹ ഫാത്തിമ. ഇന്ന് ഞങ്ങൾ പാരായണം ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനിലെ 264 പേജ് സൂറത്തുൽ ഹിജ്റിലെ 32 ആയത്ത് മുതൽ 51 ആയത്ത് വരെയാണ് ഓതുന്നത്. ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال يا إبليس ما لك ألا تكون مع الساجدين. അള്ളാഹു പറഞ്ഞു, ഇബ്ലീസേ, പ്രണമിക്കുന്നവരുടെ കൂട്ടത്തിൽ ചേരാതിരിക്കുവാൻ നിനക്കെന്താണ് ന്യായം? قال لم أكن لأسجد لبشر خلقته من صلصال من حمأ مسنون. അവൻ പറഞ്ഞു, കറുത്ത ചെളി പാകപ്പെടുത്തി ഉണ്ടാക്കിയ മുഴക്കമുണ്ടാക്കുന്ന കളിമൺ രൂപത്തിൽ നിന്ന് നീ സൃഷ്ടിച്ച മനുഷ്യന് ഞാൻ പ്രണമിക്കേണ്ടവനല്ല. قال فاخرج منها فإنك رجيم. അള്ളാഹു പറഞ്ഞു, നീ ഇവിടെ നിന്ന് പുറത്തു പോ, തീർച്ചയായും നീ ആട്ടി അകറ്റപ്പെട്ടവനാകുന്നു. وإن عليك اللعنة إلى يوم الدين. തീർച്ചയായും ന്യായവിധിയുടെ നാൾ വരെയും നിന്റെ മേൽ ശാപമുണ്ടായിരിക്കുന്നതാണ്. قال رب فأنظرني إلى يوم يبعثون. അവൻ പറഞ്ഞു, എന്റെ രക്ഷിതാവേ, അവർ ഉയർത്തി എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ എനിക്ക് നീ അവധി നീട്ടിത്തരണമേ. قال فإنك من المنظرين إلى يوم الوقت المعلوم. അള്ളാഹു പറഞ്ഞു, എന്നാൽ ആ നിശ്ചിത സന്ദർഭം വന്നെത്തുന്ന ദിവസം വരെ അവധി നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും നീ. قال رب بما أغويتني لأزينن لهم في الأرض ولأغوينهم أجمعين. എന്റെ രക്ഷിതാവേ, നീ എന്നെ വഴികേടിലാക്കിയതിനാൽ ഭൂലോകത്ത് അവർക്ക് ഞാൻ അലങ്കൃതമായി തോന്നിക്കുകയും അവരെ മുഴുവൻ ഞാൻ വഴികേടിലാക്കുകയും ചെയ്യും. തീർച്ച ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. അവരുടെ കൂട്ടത്തിൽ നിന്ന് നിന്റെ നിഷ്കളങ്കരായ ദാസന്മാരൊഴികെ. قال هذا صراط علي مستقيم. അവൻ അള്ളാഹു പറഞ്ഞു, എന്നിലേക്ക് നേർക്കു നേരെയുള്ള മാർഗമാകുന്നു ഇത്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനുൻ ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ. തീർച്ചയായും എന്റെ ദാസന്മാരുടെ മേൽ നിനക്ക് യാതൊരു ആധിപത്യവുമില്ല, നിന്നെ പിൻപറ്റിയ ദുർമാർഗികളുടെ മേലല്ലാതെ. وإن جهنم لموعدهم أجمعين. തീർച്ചയായും നരകം അവർക്കെല്ലാം നിശ്ചയിക്കപ്പെട്ട സ്ഥാനം തന്നെയാകുന്നു. لها 7 أبواب لكل باب منهم جزء مقسوم. അതിന് 7 കവാടങ്ങളുണ്ട്. ഓരോ വാതിലിലൂടെയും കടക്കുവാനായി വീതിക്കപ്പെട്ട ഓരോ വിഭാഗം അവരിലുണ്ട്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ. തീർച്ചയായും സൂക്ഷ്മത പാലിച്ചവർ തോട്ടങ്ങളിലും അരുവികളിലും ആയിരിക്കും. ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. നിർഭയരായി ശാന്തിയോടെ അതിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് അവർക്ക് സ്വാഗതം ആശംസിക്കപ്പെടും.
ونزعنا ما في صدورهم من غل إخوانا على سرر متقابلين. അവരുടെ ഹൃദയങ്ങളിൽ വല്ല വിദ്വേഷമുണ്ടെങ്കിൽ നാം അത് നീക്കം ചെയ്യുന്നതാണ്. സഹോദരങ്ങളെന്ന നിലയിൽ അവർ കട്ടിലുകളിൽ പരസ്പരം അഭിമുഖമായി ഇരിക്കുന്നവരായിരിക്കും. لا يمسهم فيها نصب وما هم منها بمخرجين. അവിടെ വെച്ച് യാതൊരു ക്ഷീണവും അവരെ ബാധിക്കുന്നതല്ല, അവിടെ നിന്ന് അവർ പുറത്താക്കപ്പെടുന്നതല്ല. نبئ عبادي أني أنا الغفور الرحيم. നബിയെ, ഞാൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്ന് എന്റെ ദാസന്മാരെ വിവരമറിയിക്കുക. وأن عذابي هو العذاب الأليم. എന്റെ ശിക്ഷ തന്നെയാണ് വേദനയേറിയ ശിക്ഷ എന്നും വിവരം അറിയിക്കുക. ونبئهم عن ضيف إبراهيم. ഇബ്രാഹിമിന്റെ അടുത്തു വന്ന അതിഥികളെ പറ്റിയും നീ അവരെ വിവരം അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.